Eastern salt and pepper. Bum 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 bum. ഹായ്, ഇതുപോലെ നല്ല തണുപ്പുള്ളൊരു സമയത്ത് ചൂടൊരു ചായ കുടിച്ചു കഴിഞ്ഞാൽ എന്താ സുഖം അല്ലേ? നമ്മുടെ നാട്ടിലൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിൽ എവിടെ യാത്ര പോയാലും ശരി തന്നെ അവിടെയൊക്കെ കാണാൻ പറ്റുന്ന ഒരേ ഒരു കോമൺ ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ചായക്കടകൾ. ഏറ്റവും ഉയരമുള്ള സിയാച്ചിനിലായാലും രാമേശ്വരത്തായാലും നമുക്ക് ഫുഡ് കിട്ടിയില്ലെങ്കിലും ചായക്കടകൾ മസ്റ്റായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും. അത് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുമുണ്ട് അതിനെക്കുറിച്ച്. കാരണം ബൈക്ക് റൈഡേഴ്സൊക്കെ പോകുന്നവർക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി ചായ കുടിച്ച് അവരുടെ ഒരു ക്ഷീണമൊക്കെ മാറ്റിയിട്ടാണ് യാത്രകൾ പോകുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസം ഞാനും അങ്ങനത്തെ ഒരു യാത്രയിലാണ്, നമ്മുടെ സ്വന്തം ഇടുക്കിയിലേക്ക്. അപ്പം ഈ വെള്ളച്ചാട്ടമൊക്കെ കണ്ടപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച് യാത്ര തുടരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു സന്തോഷത്തിൽ ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ പവർഡ് ബൈ പൗഡത്തിൻ്റെ പുത്തൻ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ലൊരു സ്ട്രോങ് ടീയോടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം. അങ്ങനെ എൻ്റെ യാത്രയിൽ നിന്ന് എത്തിയിരിക്കുന്നത് തേക്കടിയിലാണ്. നമ്മുടെ നാട്ടിൽ മഴ അതിൻ്റെ എല്ലാ സൗന്ദര്യത്തോടും കൂടി ഇങ്ങനെ അർമാദിക്കുക. ഇവിടെ പെയ്യട്ടെ ഇവിടെ പെയ്യുമ്പോഴേ നമ്മുടെ നാട്ടിൽ കറണ്ട് കിട്ടുള്ളൂ. നന്നായിട്ട് പെയ്യട്ടെ. ഈ തേക്കടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ മലയാളികൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തേക്കടി വന്ന് ഒരു ബോട്ടിംഗ് നടത്തിയിട്ടുണ്ടാവും പെരിയാറിൽ, അല്ലേ? സ്കൂളിൽ നിന്നൊക്കെ. അങ്ങനെ ഇല്ലാത്തവർ വളരെ ചുരുക്കമാണ്. കുഴപ്പമില്ല, പറ്റാത്തവർക്ക് ഇനി അവസരമുണ്ട്. വരൂ, തേക്കടിയിൽ ഒരു ബോട്ടിംഗ് നടത്താം. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഈ തണുപ്പൊക്കെ അടിച്ചപ്പോഴത്തേക്കും ഒരു ഐഡിയ, നല്ല ചൂട് ദോശയും സാമ്പാറും ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കണമെന്ന്. ആരാത്? പിള്ളേരാ, കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു ഞാൻ തല്ലാൻ വരികയാണെന്ന്. അല്ല, എന്തായാലും നല്ല ചൂട് ദോശയും സാമ്പാറും കൂട്ടി കഴിക്കണമെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചവളോട് ദൈവം കൊണ്ടുവന്നു. ഇവിടെ 100 കണക്കിന് വെറൈറ്റി ആയിട്ട് ദോശ കിട്ടുന്നൊരു സ്ഥലമുണ്ട്. പാവം കുട്ടികൾ ദോശ കഴിച്ചിട്ട് ഓടി നടക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും ആ വിശേഷങ്ങളിലേക്കാണ് ഈ ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ പോകുന്നത്. നമുക്ക് ദോശ ഉണ്ടാക്കാം, അല്ലേ? കമോൺ. അപ്പോൾ ഇതാണ് നമ്മുടെ ദോശ ദേ തേക്കടിയുടെ ഓണർ സയ്യിദ് ഖാൻ. സർ വണക്കം. യെസ്, വണക്കം സർ. ബേസിക്കലി തമിഴിലാണ്. അപ്പം നമ്മൾ ദോശ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് ഉത്ഭവിച്ച് ഇപ്പോൾ ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു ഡിഷാണ് ദോശ, അല്ലേ? എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. സർ, എവിടെ இந்த ദോശ സ്റ്റാർട്ട് பண்ணது எப்படி? Dosa, we recently started this. We have now doing 100 variety of dosa. Okay. Veg and non-veg both. And our specialty dosa is chettinad chicken dosa, pizza dosa. We have a wrap in dosa. ഓക്കെ. So like that we have 100 variety of. ഓക്കെ. അപ്പോൾ 100 കണക്കിന് ദോശയുടെ വെറൈറ്റീസ് തന്നെ ഇവിടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മസാല ദോശ, നെയ് റോസ്റ്റ്, റോക്കറ്റ് റോസ്റ്റ് അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ശരിക്കും നോൺ വെജിന് തന്നെ ദോശകളുണ്ട്, സീ ഫുഡ് ദോശാസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് 100 കണക്കിന് വെറൈറ്റീസ് ദോശാസ് ഉണ്ട്. ചട്നീസും അതുപോലെ ആയിരിക്കും, അല്ലേ? Yes, chutney also we have minimum 4 variety of chutney. ഓക്കെ. അപ്പം ചട്നീസും 4 വെറൈറ്റീസ് ചട്നീസും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി അധികം സംസാരിച്ച് സമയം കളയണ്ട. അയ്യോ, ഇതാരാ? This is my son. ഓക്കെ. പേരെന്നാ? உன் பேர் என்ன சொல்லுங்க? பேர் என்ன சொல்லுங்க? சத்தமா சொல்லுங்க. കുഴപ്പമില്ല, ആസാദ് ഖാൻ. എന്തായാലും ആദ്യം കൂവി ഓടിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് എന്നെ ഓടിക്കാൻ വരികയാണെന്നല്ല, ദോശ കഴിക്കാൻ വിളിച്ചതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും അടുക്കളയിട്ട് പോകാം. ഓക്കെ സർ, കിച്ചണിലേക്ക് പോകാം. യെസ്, ഓക്കെ, പ്ലീസ്. വാ. അപ്പോൾ ദോശ ഉണ്ടാക്കാനായി നമ്മുടെ ദോശക്കല്ല് റെഡിയാണ്. നല്ല ചുട്ട് പഴുത്ത് കിടക്കുക. എൻ്റെ കൂടെ ഷെഫ് റെഡിയാണ്. ഇത് അബ്ദുൾ റസാഖ്, ഇത് സത്യ. ദോശ ഉണ്ടാക്കാൻ 2 പേരാണ്. അപ്പോൾ ജി, അപ്പോൾ ആരാണ് ചേട്ടനല്ലേ ദോശ ഉണ്ടാക്കുന്നത്? ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകും ദോശ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അരി ഉഴുന്നും കൂടി ഇട്ട് ആട്ടി തലേന്ന് വെച്ച് രാവിലെ പുളിപ്പിച്ച് ദോശ ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ദോശ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണ്. പക്ഷേ അതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ആദ്യം നമ്മൾ ഈ കല്ല് നിർത്തി ഇങ്ങനെ കിടക്കുകയാണ്. വലിയൊരു ദോശ. ശരി, അപ്പോൾ നടക്കട്ടെ. അപ്പം ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയൊരു അടുപ്പുണ്ട്. ഒരു ഏകദേശം ഒരു 6 അടി രീതിയിലുള്ള ഒരു ദോശ, ഈ ഫാമിലി ദോശയുണ്ട്, അല്ലേ? ഓക്കെ. ആ അടുപ്പ് ഭയങ്കര രീതിയിലുള്ള അടുപ്പാണ്.
ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്ന സാധാ ദോശയാണ്. ഓക്കെ. ആ, ചൂടായി കിടക്കുന്ന ദോശക്കല്ല് ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം നമ്മൾ മാവ് ഒഴിക്കാവും. ഇപ്പോൾ ഏകദേശം ഒന്ന് കറക്റ്റായോ? ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് മാവ് ഒന്ന് ഒഴിച്ച് നീറ്റാക്കാം. അപ്പോൾ ആ ഒരു കറക്റ്റ് ടെമ്പറേച്ചർ ഇട്ടില്ലെങ്കിൽ ദോശ കരിഞ്ഞു പോകും. ഇങ്ങനെയൊക്കെയാണ് ഞാനും വീട്ടിൽ ദോശ പരത്തുന്നത്. പക്ഷേ ഞാൻ പരത്തി കഴിയുമ്പോഴത്തേക്ക് ഇടയ്ക്കുള്ളത് മാവെല്ലാം എവിടെയോ പോകും. ഇതിപ്പോൾ നമ്മൾ സാധാ റോസ്റ്റാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു തുടക്കം എന്നുള്ള സ്ഥലത്തിൽ നമ്മൾ സാധാ ഒരു പ്ലെയിൻ റോസ്റ്റ്. അപ്പോൾ ഒരുപാട്, കാരണം വെച്ചാൽ ഇവിടെ 100 കണക്കിന് വെറൈറ്റീസാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ മസാല ദോശ, നെയ് റോസ്റ്റിനൊക്കെ പറയും പോലെ തന്നെ ചിക്കൻ റോസ്റ്റ്, പിസ്സ ദോശ അല്ലേ, ചെട്ടിനാട്, അങ്ങനെ ഒരുപാട്. ഇതിനകത്താണ് നമ്മൾ ബാക്കിയെല്ലാം ചെയ്യുന്നത് അല്ലേ? ഓക്കെ. ഓക്കെ. ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നത് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഈ ചെട്ടിനാട് ദോശയാണ്, പിസ്സ ദോശ. ഓക്കെ. അപ്പം ഇതൊന്ന് നമ്മൾ ചുട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ പിസ്സ ദോശയെ തുടങ്ങും. ആദ്യം നമ്മൾ സാധാ ദോശ, നമ്മൾ ഒരു എന്ത് പരിപാടി ചെയ്താലും ആദ്യം ഒന്ന് ഐശ്വര്യമായിട്ട് തുടങ്ങുന്നത് അല്ലേ? ആദ്യം ദോശ ചുട്ട് റെഡിയാവുമെന്ന് നോക്കണമല്ലോ. ഇപ്പോൾ കല്ല് റെഡിയായി, ദോശ റെഡിയായി. ഇതാണ് നമ്മുടെ. ആഹാ, നമ്മൾ പ്ലേറ്റ് ആക്കി മേശപ്പുറത്ത് വരുന്നത് മാത്രമേ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെയായിരുന്നല്ലേ ഇതിൻ്റെ പരിപാടി? ശരി. ഇതിനി പ്ലേറ്റ് ആക്കി നമ്മൾ ചട്നി സാമ്പാറും ആക്കി അങ്ങനെ കൊടുത്തു വിടും. ഇതാണ് നമ്മുടെ സാധാരണ ഒരു ദോശ. ഓക്കെ. ഇതിനൂടെ നമ്മൾ ചട്നിയൊക്കെ ആയിട്ട് കഴിക്കും. ആ, നിർത്തിയാൻ കൊടുക്കും. അപ്പോൾ പിസ്സ ദോശയ്ക്ക് എന്താ വേണ്ടത്? എന്തൊക്കെയാണ്? ആ, ഇവിടെ ഉണ്ട് ക്യാപ്സിക്കം. ആ, ഇതെല്ലാം കൂടെ ടൊമാറ്റോ സോസ് ഉണ്ട്. ആഹാ. അപ്പോൾ നമുക്കത് തുടങ്ങാം. ഓക്കെ. ഇത് ആഡ് ചെയ്താൽ മതി, വേറെ കുക്കിംഗ് ഒന്നും ഇല്ല അതിനകത്ത്. ശരി. അപ്പോൾ ഒരു ദോശ, അതാണ് നമ്മുടെ പിസ്സ ദോശ എന്ന് പറയുന്നത്. എന്തിനായാലും നമ്മൾ ആദ്യം ബേസ് ഇത് തന്നെയാണ്, ദോശ തന്നെയാണ്. ഇതിന് നീട്ടിന്താ അല്ലേ, പിസ്സ പോലെ ഒരു ബേസ്. അതെ, പിസ്സ നമ്മൾ കഴിച്ചിട്ടുണ്ട്, നല്ല അടിയിൽ നല്ല ബേസ് എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ദോശയും കുറച്ച് കട്ടിക്കിടുക. എന്നിട്ട് ഇപ്പോൾ ക്യാപ്സിക്കം ഉണ്ട്, തക്കാളി ഉണ്ട്, പിന്നെ ഉള്ളി അല്ലേ. പത്തപ്പൂക്കളം ഇടുന്ന പോലെ അതൊരു അല്ലേ, ശ്രദ്ധ വേണ്ട ഒരു പരിപാടിയാണിത്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ക്യാപ്സിക്കം, നമ്മൾ സവാള, പിന്നെ ടൊമാറ്റോ ഇത്രയും കൂടെ ചേർത്ത് നൈസായിട്ട് മുകളിൽ കാണാനുള്ളൊരു രസം അല്ലേ. ആണ് നമ്മുടെ പിസ്സ ദോശ എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മൾ തിരിച്ചിടും. ഇനി തിരിച്ചിട്ടിട്ട് അതിൻ്റെ അകത്ത് ചീസ് ആഡ് ചെയ്യാനുണ്ട്, ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാനുണ്ട്. ഓക്കെ. അതിൻ്റെ പുറത്താണ് നമ്മൾ ഇതൊക്കെ എടുത്തിട്ട് ഇത് പിന്നെ നമ്മൾ കട്ട് ചെയ്യും, പിസ്സ പോലെ കട്ട് ചെയ്യും. ഇതിന് പുറത്ത് നമ്മൾ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. റിട്ടേൺ ഇനി ഒന്നുകൂടെ തിരിയും. അപ്പോൾ എന്തായാലും ഈ ദോശയാകുമ്പോൾ 2 സൈഡും വേവണം. അതെ. അപ്പുറ സൈഡ് മാവ് മാത്രമായി പോകും. നമ്മുടെ മുകളിൽ തക്കാളിയും ഇതൊക്കെ ആഡ് ചെയ്തെങ്കിലും ദോശ വേവണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഓക്കെ. ഏകദേശം നമ്മൾ ഒന്ന് വെന്ത് അല്ലേ. ഇതാണ് നമ്മുടെ പിസ്സ ദോശയുടെ ബേസ്. 2 സൈഡ് വേവിച്ചതിന് ശേഷം സോസ് ആഡ് ചെയ്യാം, ടൊമാറ്റോ സോസ്. ഇതെന്ത് ചീസാണ്? ചീസ്. ഇച്ചിരി പണിയുള്ള പണിയാണ്. അതെ, കുറച്ച് ഇച്ചിരി താമസം വരും. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കി പെട്ടെന്ന് കഴിക്കും പോലെയല്ല, കുറച്ച് പണി വേണ്ടതാണ് അല്ലേ. ഇത് ടൈം എന്ന് പറഞ്ഞ സാധനം, ടൈം ടൈം ഇതിൻ്റെ പേരാണ്. ഇതിന് ചെറുതായിട്ട് ആഡ് ചെയ്യും. നമ്മൾ പിസ്സയ്ക്ക് ആഡ് ചെയ്യുന്നതാണ്. അതെ. ഇതിന് ഉരുവോ അല്ലേ? അത് തന്നെ മെൽറ്റായി പോകും. നമ്മൾ വീണ്ടും കമത്തി ഇടുള്ളൂ. ഇല്ല, കട്ട് ചെയ്യും പിസ്സ പോലെ.
അപ്പോൾ ഈ ചൂട് കാരണം അതങ്ങ് മെൽറ്റ് ആയിക്കോളും. അതെ. ദോശയാണോ പിസയാണോ എന്നറിയില്ല, പിസയുടെ ദോശയാണത്. ഇതാണ് നമ്മുടെ പിസ ദോശ. ആഹാ, അടിപൊളി. കാണുമ്പോൾ തന്നെ ഒരു രസമുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റായി ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കാം അല്ലേ. അപ്പോൾ ഇതൊന്ന് മേശപ്പുറത്തേക്ക് എത്തിച്ചേക്കാം. ഇതൊന്ന് മെൽറ്റൊക്കെ ആവട്ടെ, പിസയല്ലേ. കൊണ്ട് വെച്ചോളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്തു, ഇപ്പം പിസ ദോശയും ചെയ്തു. ഇനിയും ദോശ വേണ്ടേ? ഇനിയുണ്ട്. 100 കണക്കിന് ദോശകളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ രണ്ടും നമ്മൾ വെജാണ് ചെയ്തത്. അപ്പോൾ ഇനി ഒരു നോൺ വെജ് ചെയ്താലോ? ഇല്ല, എന്താണ് നോൺ വെജിൽ ചെയ്യാൻ? ഇപ്പോൾ ചിക്കൻ ദോശ, ചെട്ടിനാട് ചിക്കൻ ദോശ. അത് ശരി. ചിക്കൻ നമ്മൾ ചിക്കൻ കറി മുക്കി കഴിച്ചിട്ടുണ്ട്, പക്ഷേ ദോശയ്ക്കകത്ത് ചിക്കൻ കഴിച്ചിട്ടില്ല, ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ അത് നമുക്ക് തുടങ്ങാം അല്ലേ? എന്തായാലും ചെട്ടിനാട് ചിക്കൻ അതിൻ്റെ സൈഡ് ഡിഷ് റെഡിയാകും, അതേ നമുക്ക് ദോശ കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ ദോശ കരിഞ്ഞു പോകും. ശരി, അതാണ്. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ സൈഡ് ഡിഷ് ചെയ്യണം. അപ്പോൾ സത്യയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ ചെട്ടിനാട് ദോശയുടെ മസാലയാണ് ചെയ്യാൻ പോകുന്നത്. സത്യ റെഡിയാണ്. സത്യ സ്റ്റാർട്ട് பண்ணலாம்ல? ஸ்டார்ட் பண்ணலாம். ഓക്കെ, അപ്പോൾ എന്തെല്ലാമാണ് ആദ്യം വേണ്ടത്? சிக்கன் பாயில் சிக்கன் ഓക്കെ, ചിക്കൻ നമ്മൾ വേവിച്ചത്, வேக வச்சது பிச்சு போட்டுக்கணும். டொமேட்டோ சாப் பண்ணி வச்சுக்கணும். ஆனியன் சாப் பண்ணி வச்சுக்கணும். ഓക്കെ, எக்கு பீட் பண்ணி வச்சுக்கணும். கொரியாண்டர், ஸ்பைசஸ், கறி லீஃப், கோகனட் ஆயில், செட்டிநாடு மசாலா, கோகனட் ஆயில். കോക്കനട്ട് മസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിൻലി വേണ്ടത്. ചിക്കൻ നമ്മൾ ഏകദേശം വേവിച്ച് വെച്ച ചിക്കൻ, പിന്നെ ടൊമാറ്റോ, ഇത് ഓണിയൻ, പിന്നെ മുട്ട, എഗ്ഗ് നമ്മൾ അടിച്ച് വെച്ചത്, പിന്നെ കൊറിയാണ്ടർ ലീഫ്, നമ്മുടെ സ്പൈസസ്, കറുകപ്പട്ട, എല്ലാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് பண்ணலாம்ல? ശരി, ഓക്കെ. ഫസ്റ്റ് നമ്മൾ ഈ ഒരു മസാല റെഡി பண்ணோம். ஆமாம், ஃபஸ்ட்டு மசாலா. ശരി, ஃபஸ்ட் ஆயில் കോക്കനട്ട് ഓയിൽ. നമ്മൾ ആദ്യം ഈ ചിക്കൻ മസാലയുടെ ആദ്യത്തെ പോർഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ മസാല റെഡി ஆயில் சூடாக்கி ஸ்பைசஸ் போட்டுக்கலாம். നമ്മൾ ഈ ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ ഇടുക്കിയിലാണ്. അപ്പോൾ സ്പൈസസ് മസ്റ്റാണ്. സ്പൈസുകളുടെ നാടാണ് ഇടുക്കി. അപ്പം ഇപ്പോൾ എന്തിനായാലും നമ്മൾ കറുവപ്പട്ട, ஸ்பைசஸ் போட்டு ஆனியன், സ്പൈസസ് ഇട്ടതിന് ശേഷം നമ്മൾ ഓണിയനും കൂടി ചേർക്കും. നമ്മുടെ ചെട്ടിനാട് ചിക്കൻ്റെ മസാല, അതാണ് നമ്മൾ ആ ദോശയ്ക്കകത്ത് നമ്മൾ സെറ്റ് ചെയ്തത്. ആ ഒരു മസാലയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഓണിയൻ എന്താ കളർ ചേഞ്ച് വന്നു അല്ലേ? ബ്രൗൺ കളർ ആവണം. അപ്പം ഉള്ളി ഒന്ന് ബ്രൗൺ കളർ ആവട്ടെ. ഉള്ളി ഏകദേശം ഒന്ന് കളർ ചേഞ്ച് ആയി വന്നു അല്ലേ? കളർ ചേഞ്ച്. ഓക്കെ, നോർമലി ഇപ്പോൾ இந்த தோசை பண்ணும்போது டைம் நிறைய எடுக்கும்ல செட்டிநாடு? அது முன்னாடி மசாலா ரெடி பண்ணி வச்சுட்டு ஆட் பண்ணி ചിക്കൻ എഗ് பண்ணி അപ്പോൾ നേരത്തെ മസാല റെഡിയാക്കി വയ്ക്കണം. കമേഴ്ഷ്യൽ ആകുമ്പോഴത്തേക്കും നമുക്ക് അത്രയും സമയം കളയാം. ഓക്കെ, അപ്പം ഇതിനകത്തേക്ക് നമ്മൾ ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, டொமேட்டோ நல்லா குக் ஆன அப்புறம் மசாலா போடும். ഓക്കെ, ടൊമാറ്റോ ஸ்மெல் பச்சை ஸ்மெல் அப்படியே ടൊമാറ്റോ നന്നായിട്ടൊന്ന് വേവണം. ഒന്ന് തിക്കായതിന് ശേഷം നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് ഇറക്കിയെടുക്കാം. ചെട്ടിനാട് നമ്മൾ നേരത്തെ പറഞ്ഞു എണ്ണ മസ്റ്റാണ്. ഇതിപ്പം എണ്ണ ഓയിൽ, പാം ഓയിൽ, അതോ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ ഏകദേശം തിക്കായി ചിക്കൻ പോട്ടത്. ഓക്കെ, ഇനിയാണ് നമ്മുടെ ചിക്കൻ വേവിച്ച് വെച്ച ചിക്കൻ ഏകദേശം ഇത് കുക്കറിൽ എത്ര ടൈം വേവുന്നത്? ഓപ്പൺ ബൈ 10 മിനിറ്റ്സ് ചിക്കൻ കുക്കായി. ചിക്കൻ നമ്മൾ കുക്കറിൽ ഒരു 10 മിനിറ്റ് വേവിച്ച ചിക്കനാണ്. ഏകദേശം ഉപ്പും ഇതൊക്കെ നന്നായിട്ട് വേവിച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചെറിയ പീസുകളാക്കി. ഇതിപ്പോൾ 2 എഗ്ഗാ? നന്നായിട്ട് ബാറ്റർ ചെയ്ത് എഗ്ഗ്. ചെട്ടിനാട് മസാല റെഡി. ഇത് എന്ത് മസാല? ചെട്ടിനാട് മസാല. ചിക്കൻ മസാല. ചെട്ടിനാട് മസാല സെപ്പറേറ്റ് റെഡി റെഡിമെയ്ഡിൽ இருக்கும். ചെട്ടിനാട് മസാല റെഡിമെയ്ഡ് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ചെട്ടിനാട് മസാല മാർക്കറ്റിൽ കിട്ടും റെഡിമെയ്ഡായിട്ട്.
தேவைன்னா சில்லி பவுடர் கொரியண்டர் ஆட் பண்ணி എരിവ് കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചില്ലി പൗഡർ ചില്ലി പൗഡർ கொரியண்டர் பவுடர் ஆட் பண்ணி മലയാളി கொஞ்சம் സ്പൈസസ് கொஞ்சம் ஸ்பைசி அதிகம் வேணும் കുറച്ച് എരിവ് കൂടുതലുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. இப்போ நார்மல் ஸ்பைசினா பெப்பர் ஒன்லி போட்டால் போதும். ഓക്കെ പെപ്പർ പൗഡർ മട്ടും പോകും. பெப்பர் നോർമൽ എരിവിന് കുറച്ച് പെപ്പർ. നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻസ് കൂടുതൽ വരുമല്ലേ? അപ്പോൾ അതാണ് ஃபாரினர்ஸ்லாம் வந்தாங்கன்னா ഫോറിനേഴ്സ് വന്നു കഴിഞ്ഞാൽ பெப்பர் போட்டாலே போதும். ஸ்பைசி அதிகம் விரும்ப முடியும் அதனால. അപ്പോൾ അതാണ് നമുക്കാകുമ്പോൾ കുറച്ചും കൂടെ എരിവ് വേണം. ഇത്ര എരിവാണെങ്കിൽ നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ല. അപ്പോൾ കുറച്ചും കൂടെ മുളക് പൊടിയോ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എരിവ് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഏതാണ്ടൊക്കെ റെഡിയായെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു മസാല. ചെട്ടിനാട് മസാലയാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി ഇതിനെയാണ് നമ്മൾ ദോശക്കകത്താക്കി ചെട്ടിനാട് ദോശ മസാലയാക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് നീ കടിയിലേക്ക് പോവാം. കമാ Easting, salt and pepper. Bum 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 bum. അപ്പോൾ നമ്മുടെ ചിക്കൻ ചെട്ടിനാടിൻ്റെ മസാല റെഡിയായി. ഇനി നമ്മൾ ദോശയിലേക്ക് പോകാം അല്ലേ? ഓക്കെ, നീ ദോശ കിട്ടോ. ഇനി വീണ്ടും നമ്മുടെ കല്ല് ഏകദേശം പഴുത്ത് ഇരിക്കാൻ തോന്നുന്നു അല്ലേ? ഓക്കെ, നമ്മൾ മസാല ഉണ്ടാക്കാൻ പോയ ഗ്യാപ്പ് കൊണ്ട് ദോശ ഏകദേശം കഴിച്ചു. ഓക്കെ, അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. എന്തായാലും ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഈ ദോശക്കല്ലൊന്ന് ജസ്റ്റ് അതിൻ്റെ ടെമ്പറേച്ചർ തണുപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അതാണ് ഈ പുകയും ബഹളവും ഒക്കെ വരുന്നത്. നമ്മൾ സാധാരണ ദോശയാണെങ്കിൽ കുഴപ്പമില്ല, വലിയ കല്ലായതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുള്ളതാണ്. എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ വലിയ കല്ല് ചൂട് എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. അതെ, കരിഞ്ഞു പോകാതെ നോക്കണം അല്ലേ? എന്തായാലും വലിയ കല്ലായാലും ചെറിയ കല്ലായാലും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ദോശ ചുടുമ്പോഴുള്ള ഈ ഒരു ശബ്ദമാണ് ഷൂന്ന് പറഞ്ഞു അല്ലേ? അതാണ് അതിൻ്റെ ഒരു സുഖം. ദോശ അപ്പോഴാണ് ദോശയാവുന്നത്. പിന്നെ നമ്മൾ ദോശ അങ്ങോട്ട് ചുടുക, അതിനകത്താണ് നമ്മൾ നേരത്തെ ചെയ്ത മസാല ആഡ് ചെയ്യുന്നത്. ഇതിന് വലുതായിട്ട് ചുടുന്നത് അല്ലേ? കുറച്ച് കട്ടിയുള്ള ഒരു ഇതായിട്ട് ചുട്ടാൽ മതി. ഇത് ഫുൾ അതിൻ്റെ സ്റ്റഫ് ഇത് നമ്മളിനി ആഡ് ചെയ്ത് കൊടുത്താൽ മതി മസാല. ഇങ്ങനെ വിവിധ തരം വെറൈറ്റികളിലാണ് ദോശ. ഇപ്പോൾ നമ്മൾ സാധാരണ എന്തായാലും നമ്മൾ മലയാളികൾക്ക് ഒരു കുഴപ്പമുണ്ട്, എവിടെ ചെന്നാലും നമ്മൾ ഭക്ഷണം പരീക്ഷിക്കും, പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് ദോശയും ഇഡ്ഡലിയൊക്കെ തിന്നാൻ തോന്നും. ഇതാണ് നമ്മൾ നേരത്തെ ചെയ്ത മസാല. ഏകദേശം ഇതുപോലെ നല്ല പരത്തി ദോശയിലാക്കി ചെറുതായിട്ട് ഗീ ഇടുവാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് കുറച്ചുകൂടി നന്നായിട്ട് എടുക്കും. ഓക്കെ, ആ ഫ്ലേവറിന് വേണ്ടി കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് എപ്പോഴും നല്ലതാണ് ദോശയ്ക്ക് ചെയ്യുമ്പോഴത്തേക്കും അല്ലേ? അപ്പോൾ നമ്മൾ ഏകദേശം ദോശ ഒരു സൈഡ് ആയി അല്ലേ? ഇനി മറിച്ചിടുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നെയ്യ് ഒഴിച്ചതിൻ്റെ ഒരു ഗുട്ടൻസ് ഇപ്പോഴാണ് മനസ്സിലായത്. ആ നെയ്യിലെ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പം നല്ല വെയിറ്റ് ആയിട്ടുണ്ട് ദോശയ്ക്ക്. മറിച്ചിടുമ്പോഴൊക്കെ സൂക്ഷിക്കുക, കാരണം നമ്മൾ മസാലയൊക്കെ ആഡ് ചെയ്തിട്ട് പ്രത്യേകം സൂക്ഷിക്കുക. ദോശ ഒരു വഴിക്കും നമ്മുടെ മസാലയെല്ലാം വേറെ വഴിക്കും പോകും. അതുകൊണ്ട് ഇതൊക്കെയാണ് ഈ ദോശ ചുടുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് പറയാം. നമ്മൾ കാണാൻ വളരെ സിമ്പിളാണ് ഇല്ലേ? ദോശയാണ്, അതുകൊണ്ട് എളുപ്പം ചെയ്ത് കളയാം എന്നുള്ള ധാരണ വേണ്ട. വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്, എങ്കിലേ നമുക്കത് കറക്റ്റ് കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെട്ടിനാട് ദോശ, ചിക്കൻ ദോശ. ഓക്കെ, അപ്പോൾ ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിനി കഴിക്കാൻ പോകാം. നമ്മൾ സാധാരണ ദോശകൾ നമ്മൾ ഡെയിലി രാവിലെ കഴിക്കുന്നതാണ്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു നമ്മൾ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യം അല്ലേ? ഈ മസാല അതിനകത്തേക്ക് കറക്റ്റ് കല്ലിൽ നിന്ന് എടുക്കുമ്പോഴായാലും മസാലകൾ പുറത്തോട്ട് പോകാൻ നോക്കുക. പോയാലും ഇതുപോലെ ഇതാണ് നമ്മുടെ ചിക്കൻ ചെട്ടിനാട് ദോശ. എന്തായാലും ഇതുപോലെ ഇനിയുണ്ട് ഏകദേശം ഇതുപോലെ ഒരു 100 കണക്കിന് വെറൈറ്റി ഡിഷുകൾ. അപ്പം ഇതൊക്കെയാണ് ഈ ദോശ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട സാധനമാണ്. അപ്പോൾ ഇനി ഞാൻ വാച പഠിച്ച് സമയം കളയുന്നില്ല. എനിക്ക് ഇത്രയും ദോശ ഉണ്ടാക്കി തന്നപ്പോൾ നല്ല വിശപ്പ്. അപ്പം താങ്ക് യു. ഞാൻ ഇത് എവിടെയെങ്കിലും കൊണ്ടുവച്ച് കഴിച്ചോട്ടെ? ഓക്കെ, അപ്പോൾ നമുക്ക് പോകാൻ കഴിക്കാൻ വേണ്ടി. ഓക്കെ, താങ്ക് യു. ഒരു ദോശ കഴിക്കാൻ ആഗ്രഹിച്ച എനിക്ക് ദോശ കൊണ്ടൊരു പൂക്കാലം കിട്ടിയ അവസ്ഥയാണ്. ചില ദിവസം അങ്ങനെയാണ്, നല്ല ഭാഗ്യമല്ലേ. നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്,
ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും അവിടുത്തെ ഭക്ഷണ രീതി ഒന്ന് പരീക്ഷിക്കാൻ നമുക്ക് ഒരു മടിയുമില്ല. ചില ആൾക്കാർ വെല്ലുവിളിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പാമ്പിനെ തിന്നെ നാട്ടിൽ ചെന്നാൽ നടുക്കഷ്ണം ഞാൻ തിന്ന് ജീവിക്കുമെന്ന്. പക്ഷേ അവർ തന്നെ 2 ദിവസം കഴിയുമ്പോൾ പറയും, നമ്മുടെ നാട്ടിലെ ചൂട് ദോശയും ചമ്മന്തിയും ഒക്കെ കഴിക്കാനുള്ളൊരാഗ്രഹം. അതാണ് ദോശയുടെ ഒരു പ്രത്യേകത. രാവിലെ അമ്മ ഉണ്ടാക്കി തരുന്ന ചൂട് ദോശയെ ചില്ലറക്കാരനല്ലാന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ദോശയിലെ പരീക്ഷണങ്ങളൊക്കെ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. ഞാൻ എന്തായാലും എൻ്റെ വിശപ്പിൻ്റെ വിളി ഒന്ന് കേൾക്കാൻ പോവാം. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് പ്രവീൺ പ്രേം സൈനിങ് ഓഫ് ഫ്രം ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ പവേർഡ് ബൈ പവിഴം.